Italia la 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 la. To the tree. Ooh. Good morning. സൺസ്ക്രീം ആണ് കേട്ടോ. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ഇവരുടെ മോസ്ന കേരള ഇവിടെ നല്ല രസമുണ്ടല്ലോ. കുറേ കുരിശുകൾ ഇങ്ങനെ ഒരു ആർട്ടുപരമായിട്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്ലോവേനിയയിൽ നിന്ന് സ്വാഗതം പറയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കരോളയുടെ ഫാമിലിയുടെ കൂടെ ഉള്ള യാത്രയായിരുന്നു. ഈ കഴിഞ്ഞ റൂമിലാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഒന്ന് കുറച്ച് നടക്കാൻ വേണ്ടി. ലസ്കോ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇവരുടെ റിസപ്ഷൻ ഏരിയ ആണോ അതോ നമ്മുടെ പാർക്ക് കൗണ്ടറാണോ? ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ ആണ്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. പുറത്തോട്ട് പോട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടാണ് ഇറങ്ങിയത്. പുറത്തും ഒരു നല്ലൊരു ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കാണുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ചെറുതായിട്ട് കാണിച്ചു. ഇവിടെ നിന്ന് നമുക്കിവിടെ മെഡിറ്ററേനിയൻ കടലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മെഡിറ്ററേനിയൻ കടലെന്ന് പറയുമ്പോൾ നമ്മുടെ ആഫ്രിക്കയെയും നമ്മുടെ യൂറോപ്പിനെയും വേർതിരിക്കുന്ന ഒരു കടലാണ് നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ. വൈ യു ലാഫിങ്? Because can I laugh? Can't I be happy? You cannot laugh, you know. അവിടെ ഒരു ചർച്ചാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഒരു പഴയ ചർച്ചാണ്. നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ പോയി അടിപൊളി കേട്ടോ. ഇവിടെ ഒരു മല ഇടുക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു അടിപൊളി കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയാണ്. നമ്മുടെ കടൽ അവിടെ ആയിട്ടാണ് കടൽ കാണാൻ സാധിക്കുന്നത്. കടൽ കാണുന്നതിന് മുമ്പ് തൊട്ടടുത്തായിട്ട് ഇവിടെ കുറേ നഗരപ്രദേശങ്ങൾ, ടൗൺ പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. കുറേ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങ് കാണുന്നില്ലേ, ആ കാണുന്നതാണ് നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ. കണ്ടോ, നല്ല പഴയ ഒരു ബസിലിക്കയാണ് ഈ കാണുന്നത്. നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗ്, നമ്മുടെ സ്ലോവേനിയൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗ്. ആ കാണുന്ന എന്തിൻ്റെ ഫ്ലാഗാണെന്നോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പട്ടിയെ കൊണ്ട് കയറാൻ പറ്റില്ലെന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഉള്ളിലോട്ട് കയറട്ടെ. നമ്മുടെ ചർച്ചിൻ്റെ മുകളിലായിട്ട് അവിടെ എക്കോ ഓന്തേം സ്റ്റെനി ഇൻ മൊന്തേ സിച്ച് പ്രെവ്സ്, അത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലാറ്റിൻ എന്ന് പറയുന്ന ഭാഷ ഇപ്പോൾ അധികം ആരും ഉപയോഗിക്കാത്തൊരു ഭാഷയും കൂടിയാണ്. ഞാൻ പള്ളിയുടെ ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കിത്തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര നിശബ്ദത, ആരുമില്ല. പള്ളിയുടെ അകത്ത് നോക്കട്ടെ എങ്ങനെയാണെന്ന്. ഇവിടെ കുറച്ച് മാഗസിൻസും പള്ളിയുടെ ബുക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ സ്ലോവേനിയൻ ലാംഗ്വേജിലാണ്. ഇവിടെ തന്നെ പള്ളിയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ മനോഹരമായിട്ടുള്ള കുർബാന കൂടാൻ പറ്റിയ നല്ല അടിപൊളി സോഫ സെറ്റല്ല, ഇരിക്കാനുള്ള ഇരിപ്പിടം. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാം തടികളിലുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ചിത്രപ്പണികൾ, കൊത്തുപണികൾ. ഇവിടെ നമ്മുടെ മാമോദിസം വെക്കുന്ന ടേബിളും നമ്മുടെ പ്രഭാഷണം നടത്താനുള്ള ടേബിള്. പിന്നെ ദാണ്ടെ മനോഹരം കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു സംഭവം കാണാനായിട്ട്. ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിങ്ങനെ നടന്ന് ചുറ്റി കാണാവുന്നതാണ്. ഇവിടെ ദാണ്ട് നമ്മുടെ ജോസഫ് നമ്മുടെ യേശുവിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു സ്തൂപമാണ്. പിന്നെ അവിടെ ഉള്ള അത് മനോഹരം കേട്ടോ, അടിപൊളി. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തെല്ലാം അതുപോലുള്ള ചിത്രങ്ങളാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഞാൻ വേറൊരു ചെറിയൊരു ചാപ്പൽ കണ്ടെത്തി. ആ ചാപ്പലിലുള്ള ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ ഇതെന്ത് സാധനമെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താന്തോ അവിടെ പള്ളിക്കുള്ളി ഇറങ്ങുമ്പോൾ തന്നെ നല്ല രസമുണ്ട്.
ഇവിടെ പള്ളിയിൽ മണിയടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല പഴയ ചർച്ചാണ് ഇത്. ഇത് വീൽ ചെയർ ആക്സസ് ഒക്കെയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെയും നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിക്കാനുള്ള ഒരു ഇടവും സംഭവമൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ എന്തൊക്കെയുണ്ട്. ഇവിടെ നല്ല രസമുണ്ടല്ലോ. കുറേ കുരിശുകൾ ഇങ്ങനെ ഒരു ആർട്ട് പരമായിട്ട് തൂക്കിയിട്ടൊക്കെയാണ്. ചെറിയ കുരിശ്, വലിയ കുരിശ്, മറ്റൊരു കുരിശ് എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പള്ളിയുടെ ഈ ഭാഗം തുറന്നു വന്നപ്പോൾ ഇവിടെ പള്ളിയുടെ പുറകുവശമാണ്. നല്ല രസമുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കടലെടുക്കും ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. പഴയതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് പള്ളിയുടെ പുറകിലുള്ള കാർ പാർക്കിങ്. പള്ളിയുടെ പുറകിലൂടെയുള്ള വരാനുള്ള ഒരു വഴിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ എല്ലാം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. അവിടെ കരോളയുടെ അമ്മയും അച്ഛനും രാവിലെ എണീറ്റിട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ കണ്ടിട്ടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് ഹണി, ബട്ടർ, പിന്നെ ക്രീം, ബണ്ണ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, പല സംഭവങ്ങളായിട്ട് അവരിവിടെ കൊണ്ടുവന്ന് വെക്കുവാണ്. ഇറ്റ്സ് ഓക്കെ. കരോളയുടെ അമ്മ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. നമ്മളിവിടെ ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. ഞാനും കരോളയും എവിടെ ഇരുന്നാലും കരോളയുടെ അമ്മ അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കും കേട്ടോ. കരോളയുടെ അമ്മ ഇനി വേറെ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കുക. എപ്പോഴും ഫുൾ ടൈം ഫോട്ടോ എടുത്തോണ്ടിരിക്കും. നമ്മളങ്ങനെ വണ്ടിയിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഒരു മലമുകളിലാണ് കേട്ടോ. നിങ്ങൾ വ്യൂവും സംഭവങ്ങളൊക്കെ കണ്ടല്ലോ. ഈ കാണുന്നതായിരുന്നു നമ്മുടെ പഴയ പണ്ടത്തെ ഒരു ബസലിക്ക ചർച്ച്. നമ്മളിനി വണ്ടിയിലോട്ട് കയറുക. നമ്മൾ മല ഇറങ്ങിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവൻ പുറത്തൊക്കെ കിടക്കുന്നുണ്ടോ. Josef, schau nochmal. Hier hin. Schau dahin. ഫുള്ള് ഹെയർ പിന്നൊക്കെ ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും ഇതുപോലെ ചർച്ചിന്റെ കുരിശുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൊവാഗൊറിച്ക എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഴയ ബിൽഡിങ്ങുകളും ഈ ഒരു ടൗണിനൊക്കെ വളരെ വലിയ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ നമുക്കുണ്ട്. പലയിടത്തും മോണുമെന്റ്സും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഇതുകൊണ്ട് ആ ക്ലോക്ക് ടവർ ഉള്ള പള്ളി കണ്ടോ, അതാണ് നമ്മുടെ ബസിലിക്ക. നമ്മളിപ്പോൾ സൂപ്പർനോവ നമ്മൾ സ്പോർട്സ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ട് വന്നതാണ്. അവനെന്തോ സംഭവം വാങ്ങാനാണ്. സെയിം നമ്മുടെ ഡെക്കാത്ലോണൊക്കെ പോലുള്ള സ്പോർട്സ് ആക്സസറീസ്, ട്രാവൽ ആക്സസറീസ് കിട്ടുന്ന ഒരു കടയാണ് സ്പോർട്സ് ഡയറക്റ്റ്. ഇത് കറക്റ്റ് ഒരു എന്താ പറയുക, നമ്മൾ ആ ഡെക്കാത്ലോൺ പോലെ അല്ല, ജസ്റ്റ് ഒരു സ്പോർട്സ് സ്റ്റോറാണ്. അവിടെ നമുക്ക് പന്തുകളും നമുക്ക് സ്പോർട്സ് ആക്സസറീസ് വിയറൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഇതാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് പണ്ടത്തെ ഒരു ആർക്ക് ബ്രിഡ്ജാണ്. അത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ലൊവേനിയയിലുള്ള ഒരു അട്രാക്ഷനും കൂടിയാണ്. നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണല്ലോ വന്നത്. നല്ല മനോഹരം. ഇവിടെ ഒരു ലേക്കുണ്ട്, അവിടെ ഒരു ബോട്ട്, ഇവിടെ ഫുള്ള് വീടുകളും, അവിടെ ഒരു ചർച്ചൊക്കെയാണ് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ കാണാൻ നല്ല എന്ത് ഭംഗിയാ. അടിപൊളി. മോസ്ന സോച്ചി എന്ന് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മോസ്ന കേരള. അടിപൊളി കേട്ടോ, വേറെ ലെവല്. മാർക്ക് ചാടാൻ വേണ്ടിയാണ് ഇവിടെ വീണ്ടും വന്നേന്ന് തോന്നുന്നു. അവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വെള്ളത്തിൽ നിന്ന് കയാക്കിങ്. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ സോച്ചാ നദിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യാത്ര പോയ സോച്ചാ നദി തന്നെയാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കാണുന്ന സംഭവം. നല്ല രസമുള്ള ടൗൺ കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള ടൗൺ. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും
നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ കാറിന് വേണ്ടി സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോസ്ന സോച്ചി എന്ന് പറയുന്ന അടുത്തൊരു ടൗണിലോട്ടാണ് വന്നത്. എല്ലാം നീന്താൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കരോൾ അവിടെ സൺസ്ക്രീൻ ഇടുന്നു, അവന്താ ഡ്രസ്സൊക്കെ ഒരു നീന്താൻ വേണ്ടി റെഡിയായിട്ട്. 6 pack ആണ് കേട്ടോ. This is your 6 pack. Show your 6 pack. Show your abs. Come on. It's okay. It's okay. Come on. അപ്പോൾ ഇനി നമ്മൾ എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി പോവാണ്. എനിക്കിതുപോലത്തെ ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ കരയിലൂടെ പുറകിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പോവാണ്. ബർഗർ പെയിന്റ് സൺസ്ക്രീമാണ് കേട്ടോ. ഇതൊന്നും ഇട്ടില്ലെങ്കിൽ ഇവരുടെ ദേഹം ഫുള്ള് പൊള്ളും. അതാണ് സംഭവം. എൻ്റെ അമ്മ, നമ്മളിനി നീന്താൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ പേര് സൈക്കിളൊക്കെ ചവിട്ടി വരുന്നു. ഇപ്പം മൊബൈൽ വീണേനെ. കുറേ പേര് സൈക്കിളൊക്കെ ചവിട്ടി വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ചെറിയ പിസ്സ ഷോപ്പുകളും ഭക്ഷണശാലകളൊക്കെയാണ് കേട്ടോ. ലുസിജ. ഇതാ അവിടെ മനോഹരമായിട്ടുള്ള ഒരു പർവ്വത നിരയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ലുസിജ. ഇവിടുത്തെ കുറച്ച് പ്രശസ്തമായിട്ടുള്ള ഒരു 3 star ഹോട്ടൽ കൂടിയാണ്. ജോസി മോൻ ചാടാൻ വേണ്ടി പോവാണ്. യെസ് ജോസി, 1 minute. പട്ടിയെ കൊണ്ട് തൊട്ടില്ല. യെസ്, ജോസി ചാടാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ജംപ്. യെസ്. ഓ വാവ്, അടിപൊളി. Very nice. Very nice. വെരി നൈസ്. യു ഓൾറെഡി ജംപ്? Yes, I did. അപ്പോൾ ഓൾറെഡി ജമ്പ് ചെയ്തു. വേണ്ടേ, Maybe I'll go from here. കരോളയുടെ പപ്പ അതുകൊണ്ട് അവിടെ നീന്തി കളിച്ചോണ്ടിരിക്കുകയാണ്. Rosie, vielleicht kommst du bei der Lache raus. അവ ഇവിടെ നിന്ന് നടാൻ വേണ്ടി പോവാണ് അടുത്ത. താറാവും കുഞ്ഞുങ്ങളും പോകുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. Die kleinen Mädchen. അടിപൊളി. ഇവിടെ കുറെ പേര് താണ്ടെ കയാക്കൊക്കെ തൊഴിഞ്ഞ് പോകുന്നവരും ഇവിടെ ധാരാളം ഉണ്ട്. നല്ല രസമുണ്ട്. 7 auf einen Streich. നല്ല പ്യൂർ, നല്ല തെളിനീർ വെള്ളം പോലെ തോന്നി. പച്ച കളർ വെള്ളം. Go to the tree. Ooh. Wow. Easy. Peasy. അടിപൊളി ഷിപ്പ്. അടിപൊളി ഷിപ്പ്. അതെ, അടിപൊളി മാഹി. എനിക്ക് ഷിപ്പ് പോകുന്ന കണ്ടില്ലേ, ഷിപ്പ് പോകുന്നോണ്ട് ഹോൺ അടിച്ച ആളുകളൊക്കെ മാറ്റി ഞാനിവിടെ ഇതില് നീന്തി കുളിക്കാണ് കേട്ടോ. സ്വിമ്മിനോടിലും സ്വിംറിങ്ങും. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി അവരപ്പുറത്ത് പോയി അവിടെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊച്ചു പയ്യനെ കണ്ടില്ലേ, ഒരു അമ്മയും അച്ഛനും കൂടെ ഇന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. വെള്ളത്തിൽ ചാടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറേ നേരമായിട്ട് ചാടുന്നു, ഇറങ്ങുന്നു, ചാടുന്നു. അവൻ ചാടാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ വേണ്ട വേറൊരു കുടുംബം വേണ്ട മകളെയും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ എന്താ കുറേ പേര് ഇതുപോലെ കയാക്കൊക്കെ കൊണ്ടുവന്ന് നീന്താനൊക്കെ വന്നിരുന്ന കുറേ പേരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ വെള്ളത്തിലുള്ള ചാട്ടം കഴിഞ്ഞു. അവർ ആക്ച്വലി ഫുള്ള് ചാടാൻ വേണ്ടിയാണ് വരുന്നത്. അവിടെ നിന്ന് ഒരു 10-100 തവണ തൊട്ടപ്പുറത്തുള്ള ഇത് 10-100 തവണ അവിടെ പോയി ചാടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി നടന്ന ഒരു കോഫി ഷോപ്പിലോട്ട് പോവുകയാണ്. നമ്മുടെ ആ ഒരു ലേക്കിന് അടുത്തായിട്ട് തന്നെ നമ്മൾ വന്ന ഒരു ടേബിള് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്. ഇതാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള ഐസ്ക്രീമുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ പഴത്തിൻ്റെ അകത്താണ് ഐസ്ക്രീം വെച്ച് തരുന്നത്. നമ്മുടെ ബനാനയിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ വണ്ടിയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. What happened, bro? Nothing, we have to go. Yeah. ഇവിടെ 1.5 euro ആണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലൊരു 135 രൂപയാണ് ഇവിടുത്തെ പെട്രോൾ പ്രൈസ്. എനിക്ക് തോന്നുന്നു സ്ലോവേനിയയിൽ നമ്മുടെ ഓസ്ട്രിയയുടെയും ജർമ്മനിയും കാട്ടി വില കുറവാണെന്ന് തോന്നുന്നു. പെട്രോളിന് വില കൂടുതലാണ്. പെട്രോളിന് 1.7 ആണ്. 1.7 എന്ന് പറയുമ്പോൾ ഏകദേശം 155 രൂപയാണ്. നമ്മുടെ 155 രൂപയാണ് 1 ലിറ്റർ പെട്രോളിന് ഇവിടുത്തെ വില വരുന്നത്. നമ്മുടെ നാട്ടിൽ 110, 120 അത്രയല്ലേ, 110. അങ്ങനെ നമ്മൾ ഈ ഒരു ടൗണിനെ വിട്ട് പോവുകയാണ് കേട്ടോ. ടൗണിനെ വിട്ട് പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള വീടുകളൊക്കെയാണ് ഇവിടെ മലമുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ
സോഷ് റിവറിന് കുറുകെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ പാരലായിട്ടാണ് കേട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മഞ്ഞുകാലത്ത് ഫുള്ള് ഐസായിരിക്കും. നമ്മളിവിടെ നിന്ന് ഇറ്റലിയിൽ പോകാനായിട്ട് ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ നമ്മുടെ സോഷ റിവർ ഒഴുകുന്ന കാഴ്ചയാണ്. ഇത് കണ്ട് സത്യത്തിൽ എനിക്ക് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കേട്ടോ മനോഹരമായിട്ടുള്ള നമ്മുടെ സോഷ റിവർ. അവിടെ പോകുമ്പോൾ അവിടെ ഒരു ബീച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ കുറേ പേര് നീന്തി കുളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേര് ഇതാണ്ട് നടന്നൊക്കെ ഹൈക്ക് ചെയ്ത് പോകുന്നതുണ്ടോ മക്കളെയൊക്കെ കൊണ്ട്. അവൻ വന്നത് അളക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതാ അളന്നു തുടങ്ങിയിട്ടുണ്ട്. അവന്മാർ ചാടാൻ വേണ്ടി പോവാണ് കേട്ടോ. 20 മീറ്റർ ആണ് ഇതാ ഇവിടെ നിന്നുള്ള ഇത്. 20 മീറ്റർ ചാടാൻ വേണ്ടി പോവാം. നമ്മളങ്ങനെ ഇറ്റലിയിലോട്ട് കയറുവാണ്. 250 മീറ്ററിന്റെ ബോർഡാണ് കേട്ടോ നമ്മളിവിടെ കണ്ടുന്നത്. നമ്മളങ്ങനെ ഇറ്റലിയിലോട്ട് കയറുവാണ് വീണ്ടും. യെസ്, അങ്ങനെ ഒഫീഷ്യൽ തൊട്ടപ്പുറത്തായിട്ടാണ്. യെസ്, ഫൈനലി ഇറ്റാലിയ. നമ്മൾ ഇറ്റാലി പോലീസിന്റെ വണ്ടിയൊക്കെയാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെ ഒരു എമിഗ്രേഷന്റെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇറ്റലിയിലോട്ട് കയറിയിട്ടുണ്ട്. വീണ്ടും രണ്ടാമത് ഇറ്റലിയിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓസ്ട്രിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓസ്ട്രിയയിൽ നിന്ന് ഇറ്റലി പോയിട്ടാണ് സ്ലോവേനിയ വന്നത്. നമ്മൾ തിരിച്ച് വീണ്ടും ഇറ്റലിയിൽ പോവാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് ഒരു ടൗണിൽ പോയിട്ട് ഓസ്ട്രിയയിലോട്ട് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകും. നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒരു നഗരത്തിലോട്ട് വന്നിട്ടുണ്ട്. സിവിദാലെ ദെൽ ഫ്രൂയിലി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു നഗരപ്രദേശമാണ്. അത് പണ്ടത്തെ മെഡീവൽ ടൈമിലുള്ള ഒരു പഴയ ബിൽഡിംഗ്, ഒരു നഗരപ്രദേശമാണ്. ഈ കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പഴക്കമുണ്ടെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു കാണുന്ന ഭാഗത്താണ്. ഇവിടെ താണ്ട് ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ പേരാണ് നത്തിസോനെ, ഫിയൂമേ നത്തിസോനെ. അത് കടന്നിട്ട് വേണം ഇവിടെ ഉള്ള ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഇവിടെ വേറൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു മാപ്പാണ് കേട്ടോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലോവേനിയ ഇതിൻ്റെ തൊട്ടടുത്താണ്. സ്ലോവേനിയ ഏകദേശം 15 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് സ്ലോവേനിയ. കണ്ടില്ലേ, ഇവിടെ നിന്ന് വരുന്നത് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഇറ്റലിയുടെ നോർത്തേൺ പോയിന്റ്, നോർത്ത് ഈസ്റ്റ് പാർട്ടിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഈ റിവറിലാണ്. ഫ്ലൂയിനെ താലിയാമെന്റോ റിവറിലാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നല്ല വെയിലുണ്ട്, നല്ല മനോഹരമായിട്ടുള്ള വഴികൾ കേട്ടോ, നല്ല രസമുണ്ട്. നല്ല അടിപൊളി കേട്ടോ, പഴയ നല്ല രസമുള്ള ഇത്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ടില്ലേ, ഇതിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന ഡ്രെയിനേജ് സിസ്റ്റംസ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളി വൈബ്. ഇതിൽ കയറുന്നതിൻ്റെ പഴയ കോട്ടമതിലാണ് നമുക്ക് ഈ ഒരു കല്ല് വെച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. കോട്ടമതിൽ അവർ ഓൾറെഡി അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഐസ്ക്രീം എല്ലായിടത്തും ഫേമസ് ആണ്. ഇറ്റലിയിൽ ഐസ്ക്രീം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ നമുക്ക് ചെറിയ നമ്മുടെ കൊച്ചിയിലെ ജൂ ടൗണൊക്കെ ഇല്ലേ, ആ ഒരു ജൂ ടൗണൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഭാഗം. കരോള നമ്മുടെ കൊച്ചിയിലെ ജൂ ടൗൺ പോയിട്ടില്ല. നെക്സ്റ്റ് ടൈം യു കം ടു കേരള വിസിറ്റ് ജൂ ടൗൺ. കരോള ഉറങ്ങുവാണ് കേട്ടോ ഇവിടെ കിടന്ന്. മഞ്ഞ കളറൊക്കെ പെയിന്റ് അടിച്ചുള്ള വീടുകളൊക്കെ എന്ത് രസമല്ലേ, അടിപൊളി, വേറെ വൈബ് കേട്ടോ. അങ്ങോട്ട് മനോഹരമായിട്ടുള്ള മറ്റു വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കരോളയുടെ മമ്മ നോക്കി പോവാണ് കേട്ടോ ഓരോ മതിലൊക്കെ. ഈ ഒരു ഏരിയ അതിമനോഹരം. ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു ടൗണിനെ വിഭജിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു റിവറാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പഴയൊരു ചർച്ചാണ് കേട്ടോ, അടിപൊളി ചർച്ച്. വേറെ വൈബ് കേട്ടോ. എൻ്റെ അമ്മോ, ആ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ എന്ത് മനോഹരം അല്ലേ. എല്ലാം ഈ റോഡുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ് കേട്ടോ. ഈ നിരപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. നമ്മുടെ അധികം വെള്ളമൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ നല്ല രസമുണ്ട്, വേറെ വൈബ്. ഇവിടെ ഡങ്കെ ഫലാമിന്താറിത് ഹവാല ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്തോ അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവലോ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കും. അടിപൊളി. ഇതൊക്കെ നല്ല പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അതുപോലെ അവർ നല്ലതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്.
നമ്മുടെ നല്ല ആയുർവേദ മണമാണല്ലോ. ഇതാണ് ഞാൻ നേരത്തെ ആ മാപ്പിൽ കാണിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള പള്ളി. അതിമനോഹരം. എൻ്റെ അമ്മോ, ക്ലോക്ക് ടവറിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ? ഭയങ്കര വലിപ്പം. അവിടെ ഒരു ചെറിയൊരു കൊടി പതാക പറന്നു കയറുന്നുണ്ട്. അത് പോളണ്ടിൻ്റെ പതാകയാണോ? അതെന്തായാലും ഇറ്റലിയുടെ പതാകയല്ല. ഇറ്റ്സ് നോട്ട് ഈവൻ പോളണ്ട് ഒന്നുമല്ല. അത് എന്തിൻ്റെ പതാകയാണെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ ചുവപ്പും വൈറ്റുമുള്ള ഒരു പതാകയാണ്. ഇതാണ് നമ്മുടെ പള്ളി. ആ കാണുന്ന ഒരു പുള്ളിയില്ലേ, അതാണ് ചെസ്സ. പുള്ളി റോമനിലുള്ള വലിയൊരു ധീരനായിരുന്നു. നമ്മൾ ഉള്ളിലോട്ട് കയറണം. ഓ ഭയങ്കര തണുപ്പ് കേട്ടോ, നല്ല അടിപൊളി. നമ്മുടെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ആക്കൂലേ, നമ്മൾ കുരിശ് വരയ്ക്കൂലേ, അതാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നാണ്. ദിസ് ഈസ് ദേ ആർ സെയിങ് ഡോണ്ട് ടേക്ക് പിക്ചേഴ്സ്, നോട്ട് വീഡിയോ. Don't take with the flash. You can't run around like me. ദിസ് ഈസ് നോട്ട് അലൗഡ്. കണ്ടില്ലേ, ഐസ്ക്രീം കുടിക്കാൻ പാടില്ല, പട്ടിയെ കൊണ്ടുവരാൻ പാടില്ല, ഫോണ് റിപ്പസത്ത ലുഗോസൂസ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ, വേറെ വൈബ് പള്ളി. അവിടെ നടുക്ക് ഒരു കുരിശ് തൂക്കിയിട്ടേക്കുന്ന കാണാൻ കഴിയും. ഇവിടെ ഒരു പഴയൊരു ടെലിഫോണൊക്കെ ഉണ്ടല്ലോ. ഇതെന്തിനാണെന്നോ, €1 ഇട്ടിട്ട് ഫോൺ വിളിക്കാനാണെന്ന് തോന്നുന്നത്. ഹിസ്റ്റോറിക്കൽ ഫോണാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ജീസസിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, ജീസസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിൻ്റെ ഫ്ലാഗാണെന്നോ, ബെർഗോ പ്രൊസാന. ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. ഇവിടെയും മമ്മ കിടന്ന് അലയ്ക്കുകയാണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇവിടെയും അവരുടെ റോമൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള കൊത്തുപണിയിലുള്ള സംഭവം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമ്മുടെ ജോസഫിൻ്റെ Who is this? I thought it would be Franz von Assisi, but it isn't. Look. ഇത് ഫ്രത്തേലി ബിസോഗോനീസി, അതാണ് കേട്ടോ ഇദ്ദേഹം. അദ്ദേഹത്തിന് മെഴുകുതിരി കത്തിക്കണമെങ്കിൽ നമുക്ക് 90 രൂപ തരണം. അതായത് നമ്മുടെ €1 ഇവിടെ ഇട്ടിട്ട് ഒരു മെഴുകുതിരി എടുത്തിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ്. അതാണ്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഈ റൂഫ് കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ ഒരു ഭാഗം പണ്ടത്തെ റോമൻ്റെ സമയത്താണ്, അതായത് റൗണ്ട്, മനസ്സിലായല്ലേ, ആർച്ച്. അതേസമയം ഈ ഒരു ആർച്ച് നോക്കിയാൽ അതായത് നമ്മുടെ മുസ്ലിം പള്ളികളിലെ ഡോമ് പോലെയാണ് കേട്ടോ സംഭവം. ഇത് ഒരു 1300 കാലഘട്ടത്തിൽ, അത് 1800 കാലഘട്ടത്തിൽ റൊമാനിക് ടൈമിൽ ഉണ്ടാക്കിയതാണ്. അപ്പുറത്തതും ഇത് അതായത് പഴയ പള്ളിയായിരുന്നു. ഇത് പിന്നീട് കുറേയൊക്കെ പുതുക്കി പണിതു, അങ്ങനെയാണ് ഇത്രയും വലുതാക്കിയത്. ഇതിൻ്റെ ഇടയിൽ എർത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, തീ കത്തി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഈ ഒരു വലിയൊരു പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകില്ലേ, അതിൻ്റെ ഒരു കൂടാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ പാവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്കൊന്നു അച്ഛൻ ഇതിൻ്റെ അകത്തുനിന്ന് കേൾക്കും. അച്ഛൻ ഇതിൻ്റെ അകത്തുനിന്നാണ് പാപങ്ങൾ കേൾക്കുന്നത്. നമുക്കിവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് പറയാം അച്ഛൻ്റെ അടുത്ത്. ഇതാണ് നമ്മുടെ സീസൺ. Julius Caesar. Julius Caesar is a famous emperor, the Roman emperor. Conditore, he was Konditormeister. പുള്ളിക്കാരൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരൻ വളരെ ശക്തനായിട്ടുള്ള ഒരു റോമൻ ഭരണാധികാരിയായിരുന്നു. ഇവിടെ തന്നെ നമ്മുടെ ഗരിബാൽദിയുടെ ഒരു ഇതാണ്. ഗരിബാൽദി എന്ന് പറയുന്നതും നമ്മുടെ വിറ്റോറ ഇമാനുവലെ, പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ ഒരു ഇറ്റാലിയൻ്റെ സമയത്ത് ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഇതൊക്കെ രൂപീകരണമല്ലേ, അതിനൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ പ്രമുഖരായിട്ടുള്ള സംഭവമാണ്. അവരുടെ ഒരു ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ റൂഫ് ഭയങ്കര തടി വെച്ചുള്ളതാണ് കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ള റൂഫ്, തടി വെച്ചിട്ടുള്ള റൂഫ്. അതിൻ്റെ താഴെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു വൺ ഓഫ് ദ മെയിൻ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ഇറ്റാലിയൻ ടൗൺ.
നമ്മൾ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ തൻ്റെ ഡ്രസ്സിൻ്റെ കടകളൊക്കെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വില നോക്കാം. ഈ ഒരു ഡ്രസ്സിന് 16 യൂറോയാണ്. 16 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 1500 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഈ ഒരു സംഭവത്തിൻ്റെ വില വരുന്നത്. ഇവിടെ കുറേ ചെറിയ ബാഗുകൾ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കടയാണ്. പള്ളിയിൽ നിന്ന് 15 മിനിറ്റ് കൂടുമ്പോൾ മണി അടിക്കുന്നുണ്ട് ഇവിടുത്തെ പള്ളിയിൽ. ഇവിടെ ഇറ്റലി ഭയങ്കര പിസയ്ക്ക് വളരെ ഫേമസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇവർ കിലോയ്ക്കാണ് കൊടുക്കുന്നത്. 9 യൂറോ 1 കിലോയാണ്. അത് എത്ര പീസാണെന്ന് നോക്കിയിട്ട് അവർ കിലോ അനുസരിച്ചാണ് വിൽക്കുന്നത്. ഇവിടെ 23 യൂറോൻ്റെ 9 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 810 രൂപ അടുപ്പിച്ച് വരും. 820 രൂപ അടുപ്പിച്ച്. ഇവിടെ 23 യൂറോൻ്റെ ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഇറ്റാലിയൻ എന്താണ് സ്ട്രുഡേൽ ഡി മെലെ, അതെന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. എല്ലാം ബ്രെഡ് വെച്ചുണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ പിസ്സ കേട്ടോ. മാർഗരിറ്റ പിസ്സയാണ് നമ്മുടെ. അതാണോ പ്രതീക്ഷിച്ചൊന്നും അടിപൊളി. പിന്നെ നമ്മുടെ കളറടിച്ച കുറേ ഗുളികകൾ പോലത്തുള്ള കുറേ സ്വീറ്റ്സൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പിസ്സയും കഴിച്ചുകൊണ്ട് താണേ വഴിയിലെല്ലാം കുടിക്കാനുള്ള നല്ല വെള്ളമുണ്ട് കേട്ടോ. പഴയ ടാപ്പാണ്, അതിൽ നല്ല വെള്ളവും ഉണ്ട്. അത് കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. ഇവിടെ കണ്ടില്ലേ വഴി കഴിക്കലേ നീ പിപ്പി നോ പോപ്പ. വാട്ട് ഈസ് ദാറ്റ്? നോ പി നോ പൂപ്പ്. മൂത്രമൊഴിക്കാനും അപ്പിയിടാനും പാടില്ല എന്നാണ് കേട്ടോ. ഇനിയിപ്പോ പട്ടിയുടെ അപ്പിയും ഇതും പാടില്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഐസ്ക്രീം ഷോപ്പാണ്, ഇറ്റാലിയൻ ഐസ്ക്രീം ഷോപ്പ്. Ni pipi no popo. You ni pipi no popo. Okay. Langobarda. Before the Romans came, I think there was a tribe called the Langobarda. Cividale means a city from the old settlement from the Langobarda. Yeah. Oh, Cividale എന്ന് പറഞ്ഞാൽ സിറ്റി എന്നാണ്. സിറ്റി ഓഫ് ലംഗോബാദ. ലംഗോബാദ എന്ന് പറഞ്ഞാൽ റോമൻസിന് മുമ്പുള്ള ഒരു ട്രൈബാണ്. ആ ഒരു സിറ്റി അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പഴയ ഇത്. അതിൻ്റെ അകത്ത് കയറുമ്പോഴൊക്കെ ഇതെല്ലാം പഴയ ബിൽഡിങ്സ് ആണ്. നല്ല മനോഹരം. ഇത് ഉള്ളിലോട്ട് അടച്ചിട്ടേക്കുവാണ്. ഉള്ളിലോട്ട് നോക്കാം എന്താണെന്ന്. പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. നല്ല കളർഫുൾ ബിൽഡിംഗ്. കരോള ടയർഡായി ഉറങ്ങി നിൽക്കുവാണ് കേട്ടോ. വൈ യു ഉറങ്ങരുത്. പോകുന്ന വഴിയിൽ ഫുള്ള് മനോഹരമായിട്ടുള്ള സൂര്യകാന്തി പാടങ്ങളാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റലിയിലെ സൂര്യകാന്തി പാടങ്ങൾ. ഈ കാണുന്ന പുഴയിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല വലിയൊരു പാലമൊക്കെ പോകുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നല്ല വലിയ മഞ്ഞുനിരകളാണ്, മലനിരകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ പേരുണ്ടല്ലോ. ഇതോ അവിടെ കാറൊക്കെ തൂക്കിയിട്ടിട്ട് അവിടെ കുറേ പേര് ബീച്ചിന്റെ അടുത്ത് നിൽക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ കുറേ പേരുണ്ട്. ഇതിലാണ് നമ്മൾ വന്നത്. ഇത് വലിയൊരു റിവറാണ്, പക്ഷെ വെള്ളമില്ല. താഴെ നിന്നൊക്കെ കുറേ വണ്ടികൾ വരുന്നുണ്ടോ. താലിയാമെൻറ്റോ എന്ന് പറയുന്ന ഒരു വലിയൊരു നമ്മുടെ ഒരു പുഴയിലോട്ടാണ് വന്നത്. കണ്ടിട്ട് പക്ഷേ വെള്ളം കുറവാണ് കേട്ടോ. എന്നിരുന്നാലും നമുക്ക് വെള്ളം ഇവിടെ കാണാൻ സാധിക്കും. കുറേ പേര് ഇവിടെ നമുക്ക് വന്നിരുന്ന് അവർ സൺബാത്തൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 പേരുണ്ട്. പിന്നെ അവിടെ കുറേ പേര് ഇതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങൊക്കെ കുറേ പേര് ഇതോ പട്ടിയൊക്കെ കൊണ്ടുവന്ന് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളെന്തോ കാറിൽ ഇട്ടുകൂടെന്നാണ് കേട്ടോ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. റോബറി ഏരിയ. In France, I think we got robbed. Like we parked on the parking space, and all of the place there was like glass from car windows. And we didn't realize this. Like we just saw it and thought, okay, shit. Some guys were robbed, you know. And we swam like 2 hours. We came back, and then Corolla's cam was gone, and 2 of our windows were smashed. ഒരു ദിവസം ഇവര് ഫ്രാൻസിൽ പോയി വണ്ടി എവിടെ ഒതുക്കിയിട്ടപ്പോൾ വണ്ടിയിൽ നിന്ന് ഗ്ലാസ് അടച്ചിട്ട് ഇവരുടെ സാധനങ്ങളും ക്യാമറയൊക്കെ എടുത്തുകൊണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഫ്രാൻസിലൊക്കെ ഭയങ്കര അത്യാവശ്യം, എസ്പെഷ്യലി ഈ ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ പിക്ക് പോക്കറ്റിങ് അത്യാവശ്യം കോമൺ ആണ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. നല്ല തണുപ്പ്.
musste die ganze Zeit. It's so cold. Wait. റിവർ കണ്ടേ ഉള്ളൂ. കരോളയുടെ അമ്മ ചാടി തോണ്ടേ പോകുന്ന കേട്ടോ. You don't want to go like that? I will die. You have to go swimming. What the fuck are you? You go there. എന്തോ അവിടെയൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേര് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇതുപോലെ ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്ത് അവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ മലനിരകളാണ് കേട്ടോ ഇവിടുത്തെ അട്രാക്ഷൻ. ഭയങ്കര അടിപൊളി മലനിരകളാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വലിയ മലനിരകളാണെന്ന് തോന്നുന്നു. നമ്മളിനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കുറച്ച് നേരത്തേക്ക്. കുറേ പേരുണ്ട് കേട്ടോ. ഭയങ്കര വെയിൽ പക്ഷേ. മാത്രമല്ല ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഇവർ അവിടെ അങ്ങ് ദൂരത്ത് പോയിട്ടൊന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അവിടെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മളങ്ങനെ കാറിൽ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. വെള്ളത്തിൽ കുറേ കിടന്ന് കുളിച്ചില്ല, കുറേ നീന്തി കേട്ടോ. നല്ല ഒഴുക്കുള്ള നല്ല അടിപൊളി ഇത്. ഇവിടെ ഈ കുറേ ഫാമിലീസൊക്കെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവരെല്ലാം പാക്ക് ചെയ്ത് കയറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വണ്ടിയിലോട്ട് കയറട്ടെ. പിന്നെ വീട്ടിലോട്ട് നേരെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ തലിയാമ്പൻ്റെയും കഴിഞ്ഞ് നമ്മളിപ്പോൾ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. വെൻസോളെ I don't know. വെൻസോളെ നമ്മൾ പോകുന്നതിന് മുമ്പ്, നമ്മൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇറ്റലിയിലെ വേറൊരു സ്ഥലത്തും കൂടെ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ആൽസ് പർവ്വതം, നമ്മുടെ സദോൺ ആൽസ് പർവ്വത ദക്ഷിണ ആൽസ് പർവ്വതം മലനിരകളുടെ ഭാഗമാണ് ഈ കാണുന്നത്. അതാണ് നമ്മൾ നേരത്തെ പുഴയെന്നൊക്കെ കാണിച്ചു തന്നത്. അതിനാ നിങ്ങൾക്ക് പറഞ്ഞുപോയി അത് ആൽപ്സിൻ്റെ പാട്ടാണെന്ന്. ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു പഴയൊരു സംഭവം കാണാൻ വേണ്ടി വന്നതാണ്. ഇത് പഴയൊരു ടൗണാണെന്ന് തോന്നുന്നു കേട്ടോ. മുനിസിപ്പി Carabinieri. What is this? Police. Oh, Carabinieri means police. Municipio means? Municipio means town administration. Municipality. Oh, ഇത് പഴയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി വന്നതാണ്. നോക്കിക്കേ, നല്ല രസമുണ്ട്. നല്ല രസമുള്ള ഗേറ്റ് കേട്ടോ, മനോഹരം. ഇവിടെ കുറേ ചെടികളൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കിടക്കുവാണ്. വിയ സെഗോവാനി അങ്ങനെ എന്തോ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിനി നടന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഇത് പഴയൊരു നഗരമാണ് കേട്ടോ. അതിൻ്റെ പൗരാണ വിശിഷ്ടങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ വീടുകൾ. ഇവിടെ നല്ല ഒരു ഇറ്റാലിയൻ ഫ്ലാഗാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട്, അടിപൊളി. ഇതൊക്കെ അതുപോലെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പഴയ നഗരാവിശിഷ്ടങ്ങളുടെ ബാക്കി ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട്. ഇവിടെ എന്താ ഓഗീസ് പോസി റിക്കാർഡോ ഇലാറിയ. ഇതെന്താ ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇവിടെ. ഇത് ആക്ച്വലി ഈ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ ഭയങ്കര പഴയ ഒരു ടൗണാണ്, മെയിൻ ടൗണാണ്. ഇത്ര മാത്രമേ എനിക്കറിയാം. ഇതാണ് കരോളയുടെ ഫാദർ പറഞ്ഞ കേട്ടോ. ഇതാ നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി. ഇവിടെ ഇവർ ഈ ബാൽക്കണിയിൽ ഈ ഇവിടെ വിൻഡോയിൽ പൂളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഈ കാണുന്നതൊക്കെ റെസ്റ്റോറൻ്റാണ്. ഇവർ ആക്ച്വലി 2-3 തവണ വന്നിട്ടുണ്ട് കേട്ടോ. പഴയ നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തുള്ള ഇതൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, അടിപൊളി. അവിടെ ബാറും എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല ശബ്ദങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അടിപൊളി. ഇവിടെ 150 പള്ളിയിൽ നിന്ന് മണിയടിയാണല്ലോ കേൾക്കുന്നത്. ഇവിടെ ഫുൾ എപ്പോഴും മണിയടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെല്ലാവരും കൊണ്ടതാ ഇവിടെ ഒരു ടേബിളിൻ്റെ മണ്ടയിൽ, ടേബിളിൻ്റെ താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മളിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പം 1976 എർത്തുകയ്ക്ക് വന്ന് ഭൂകമ്പം വന്നതാ ഫുള്ള് ഇതുപോലെ ആയ സംഭവമാണ്. അത് വീണ്ടും പണിതതാണ്. അങ്ങനെ എർത്തുകയ്ക്ക് അതിൻ്റെ നാമാവിശേഷമാണ് നിങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് അതുപോലെ കണ്ടത്. കണ്ടില്ലേ? ഈ കാണുന്ന നമ്മുടെ എർത്തുകയ്ക്കായിരുന്നപ്പോൾ ഉള്ള സമയമാണ്. ഇവിടെ ഫുള്ള് ഭൂകമ്പം വന്ന് എല്ലാം നശിച്ചു പോയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മളവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്ത് മനോഹരമല്ലേ, ഭയങ്കര മനോഹരമായിട്ടുള്ള വീടുകൾ. ഇവിടെ നിന്ന് ഒരു മനുഷ്യന്മാരില്ലാത്ത പോലെ എല്ലാം വിജനമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഇരുട്ടായിട്ടോ. സമയം 9:30 മണിയായി. ഇവിടെ 9-9:15 ആയിരിക്കും ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത്. ലാമ്പുകൾ വളരെ മനോഹരമായിട്ടുള്ള ലാമ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ലാമ്പുകളാണ് ഈ ഒരു വഴിയിലൊക്കെ. ഈ കാണുന്നത്
ഇവിടെ നമ്മുടെ ഒരു കോട്ടമതിൽ പോലെയാണ് കേട്ടോ ഇത്. കോട്ടമതിലിൻ്റെ അതാണ്ട് എൻട്രി ആണ്. ഇവിടെ ഫ്ലാഗും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വലിയൊരു കോട്ടയാണ്. ആ കോട്ടയുടെ അകത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഇവിടെ കോട്ടമതിലിൽ കയറാനുള്ള ഇതും ഇവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ്. നമ്മളങ്ങനെ തിരിച്ച് ഗ്രാറ്റ്സിൻ്റെ നമ്മൾ മെയിൻ സെൻറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പൊക്കെ അറിയാമെന്നുള്ള കരയുള്ളയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങൾ ഇതാക്കായിരുന്നു. ഇത് കനാ ഫാം എന്ന് പറയുന്നത് കനാബീസ് സ്റ്റോറാണ് കേട്ടോ. അതായത് നമ്മുടെ വീട് കഞ്ചാവൊക്കെ വിൽക്കുന്ന സ്റ്റോറാണ്. ഇത് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിലും ഈ അടുത്തായിട്ട് ഇതാണ്ട് വീട് ഹാഷ് ഓയിൽ എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. കഴിഞ്ഞ ദിവസം പോയപ്പോൾ കരോളയുടെ അമ്മ പറക്കി കൊണ്ടുവന്ന കല്ലുകളാണ് കേട്ടോ കാറിൽ കിടക്കുന്നത്. ഇതാ നഗരം ഭയങ്കര ആക്റ്റീവാണ്. ബട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ചൂട്, നല്ല വെയിലുണ്ട് ഇവിടെ എല്ലാം വഴിയോര റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗ്രാസിൻ്റെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവരുടെ ഗ്രാസിൻ്റെ ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ വേസ്റ്റുകളൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു സ്ഥലത്ത്. അവർ റീസൈക്കിൾ ചെയ്യുന്ന പരിപാടിയാണ് അവിടെ ചെയ്യുന്നത്. ഈ കാണുന്ന കണ്ടോ, നമ്മുടെ ഇലക്ട്രോണിക് ബാറ്ററീസ് അതൊക്കെയാണ് കേട്ടോ. അതവർ ഇവരുടെ തരം തിരിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അതിലെടുത്ത് തന്നെ ഡംപ് ചെയ്തിട്ടും. എൻ്റെ ഇതിൻ്റെ അകത്ത് കുറേ ഇലക്ട്രോണിക് വേസ്റ്റാണ് ഫുൾ. ഇതെല്ലാം ഇവർ റീസൈക്കിൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു ലോഡ് സാധനങ്ങൾ അടക്കമാണ്. അതാണ്ട് റെഫ്രിജറേറ്റർ, നമ്മുടെ ഹീറ്റേഴ്സ്, നമ്മുടെ അവിടെ വാഷിംഗ് മെഷീനുകൾ. ഇവിടെ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രോസസ്സാണ്. Problematic they deal there. It is here batteries ബാറ്ററീസ് സംഭവങ്ങൾ അങ്ങനത്തെ ഉള്ള കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഡീൽ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. അത് അവർ റീസൈക്കിൾ എന്ന പരിപാടിയാണ്. അതിൻ്റെ ഒരു വലിയൊരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നത് വേറെ ഇതാണ് റിസോഴ്സ് പാർക്ക്. ഇവിടെയും വേറെ എന്തൊക്കെയോ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഡ്രൈവ് ത്രൂ ചെയ്തിട്ട് കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവരുടെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതുപോലുള്ള കോപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അയൺ, നമുക്ക് ഇരുമ്പ് അവിടെ ഇടാം. ഓരോ പല മെറ്റീരിയൽ പല ബോക്സിലായിട്ട് നമുക്ക് ഇവിടെ ഇടാൻ കഴിയും. ഇവിടെ ഗ്ലാസ്സുകൾ ഇടുന്ന സംഭവമാണ് കേട്ടോ. പലതരത്തിലുള്ള ഗ്ലാസ്സുകൾ അങ്ങനത്തെ ഉള്ള പല ഇത് പ്ലാസ്റ്റിക് canister pet bottles. അവിടെ പ്ലാസ്റ്റിക് ഇടാൻ വഴിയും പെറ്റ് ബോട്ടിൽസ് അതൊക്കെ ഇടുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇട്ടിട്ട് പോവാം. അത് അവരുടെ രീതിയിൽ അവര് വേർതിരിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ബാസ് ഓൾഡ് ഇരുമ്പ് സംഭവങ്ങള് കണ്ടില്ലേ. ഇവരോരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വേർതിരിക്കുന്ന പരിപാടിയാ. അവിടെ നമുക്ക് ഫ്രീ ആണ്. ബട്ട് ഇവിടെ നമുക്ക് ഈ ഗ്രാസിലുള്ള ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് വേണം അവിടെ കയറാനായിട്ട്. എന്നിട്ട് നമുക്ക് അവിടെ വേറൊരു റീസൈക്കിൾ സോണാണ്, ഡെപ്പോസിറ്റ് സോണാണ്. അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം ഇടാൻ വേണ്ടി. കാരണം അത് റീസൈക്കിൾ ചെയ്യാൻ കുറച്ചുകൂടെ പാട്, അല്ലെങ്കിൽ കൂടുതൽ വില ഉള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. കുറേ കാറുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ഇതെല്ലാം ഇവർ വേസ്റ്റ് ഇടാൻ വേണ്ടി പോകുന്നതാണ്. ഒരു വലിയൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ആക്ച്വലി വേണം. നമ്മൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റ് ഒക്കെ എടുത്ത് റോഡിലൊക്കെ എടുത്ത് കളയില്ലേ, അത് ഭയങ്കര നേച്ചറിന് ഭയങ്കര എന്താ പറയുക നല്ല സംഭവമല്ല. ഈ കാണുന്നതെല്ലാം ഇതിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഇത് പഴയ ഭാഗമാണ് കേട്ടോ. ഇവിടെ മുമ്പ് ആൾക്കാർ വന്ന് ഇടുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ഈ ഭാഗമെല്ലാം അതിന്റെ കണ്ടെയ്നേഴ്സ് സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഞാൻ കരോളയുടെ വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ വിഷമമുണ്ട് കേട്ടോ. കരോളയും ആക്ച്വലി ഇവിടെ നിന്ന് വിട പറയാണ്. മമ്മ Bye. I'll miss you. Yeah. Okay. We should be traveling around Europe and the world and coming back to Europe. I'll come again. Yes. I'll come surprise again. Bye. Bye, Elena. Bye bye. Good to meet you. Ta-da. Oh, you're not coming? Ciao. Ciao. Ciao, wir sehen uns jetzt. Ja. Tschüss. Gute, schöne Reise. Danke. Ciao. Ciao, Mama. Wie kennt sie aus? Fertig. Fertig out. Fertig out. Bye. നമ്മളങ്ങനെ വണ്ടിയിൽ കയറിയതാ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ OBB, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ കയറി നമ്മൾ ഇവിടെ നിന്ന് വിയറ്റ്നാമിലോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പോവുകയാണ്.
കുറേ ട്രെയിനുകളുടെ ലിസ്റ്റ് കാണാം. പക്ഷേ ഇവിടെ ഉള്ള ട്രെയിനെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. അതാണ് വേറൊരു സംഭവം. ഞാൻ കരോളയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാർഡുണ്ട്, അത് വെച്ചാണ് ഞാൻ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് സത്യത്തിൽ എനിക്ക് അലൗഡല്ല, ബട്ട് എന്തായാലും കള്ളമൊക്കെ പറഞ്ഞ് പോകുന്ന പരിപാടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് വിയന്ന വരെ പോകാനായിട്ട് 60 യൂറോ എന്താണ് 60 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 50,000 രൂപയ്ക്ക് കൂടുതലുണ്ട്. നമ്മൾ ഈ ട്രെയിനിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഈ ട്രെയിൻ നമ്മുടെ ചെക്കിൻ്റെ ട്രെയിനാണ് കേട്ടോ, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ട്രെയിനാണ്. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വൈഫൈ ഒക്കെ കിട്ടും. വിയന്നയിലോട്ട് പോകുന്നതാണ്. ഒരു 10-15 മിനിറ്റുള്ള ഇത് പോവും. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാ. നമ്മളങ്ങനെ ട്രെയിനിലുള്ള ചക്കർ പിടിച്ചു. ഞാനെൻ്റെ ഒരു പാസ്സുണ്ട് കേട്ടോ, ഒരു QR പാസ്സുണ്ട്. ആ ഒരു QR പാസ് കാണിച്ചു കൊടുത്തു. എല്ലാം ഓക്കെ ആയി. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഐ ഡി ചോദിച്ചപ്പം കരോള ഭയങ്കര രീതിയിൽ തട്ടി കള്ളം പറഞ്ഞു വിടുകയാണ് കേട്ടോ. അതും അവൻ്റെ ഐ ഡി കാണാനില്ല, ഐ ഡി കൊണ്ടുവന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ എടുത്തിട്ടെ ഈ നമ്മുടെ ടിക്കറ്റ് ഒരു സംഭവമുണ്ട്, അത് സ്കാൻ ചെയ്യുമ്പോൾ ഫോട്ടോ കാണാൻ പറ്റും. അതിൻ്റെ ഓണറിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എൻ്റെ മുഖം കാണിക്കുന്നത്. ഇതാണ് നമ്മൾ പെട്ടുപോയി. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പുറകിലോട്ട് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം, അതിന് 70 യൂറോ ആവും. 70 യൂറോ എന്ന് പറയുമ്പോൾ 6,000 കൂടുതലാവും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പെട്ടെന്ന് പുള്ളിക്കാരൻ പുറകിലോട്ട് പോയ നേരം കൊണ്ട് അടുത്ത സ്റ്റേഷനിലെത്തി നമ്മൾ ചാടി ഇറങ്ങി. യുവർ ഓക്കെ, യുവർ നെഞ്ചീസ് ഓക്കെ. അങ്ങനെ നമ്മൾ വഴിയിൽ ഇറങ്ങേണ്ടി വന്നു. ഇനി അടുത്ത ട്രെയിൻ കയറിയിട്ട് ഇതേ പരിപാടി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവ്, എല്ലാത്തിനല്ല, ട്രെയിന് കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആണ് കേട്ടോ. യൂറോപ്പിൽ ട്രെയിന് അത്രയും കൂടുതൽ ഭയങ്കര എക്സ്പെൻസീവാണ്. Why they are charging this much money? I don't know. ഒരു ട്രെയിനിൽ നിന്ന് നമ്മളെ പിടിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് വിയന്നയിൽ അവസാനം എത്താറായി. ഒരു 2 മണിക്കൂറായിട്ട് ട്രെയിനിൽ ഇരിക്കുകയോ ഉറങ്ങുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ടിക്കറ്റ് ചെക്കർ വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നു. ടിക്കറ്റ് ചെക്കർ ഇങ്ങനെ പോയി. പുള്ളിക്കാരി നമ്മളെ അടുത്തൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി വിചാരിച്ച് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഫൈനലി അങ്ങനെ നമ്മൾ വിയന്നയിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി ബാഗ് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങട്ടെ. കരോള എങ്ങോട്ടോ ഓടുന്നു, അതിൻ്റെ പുറകിൽ ഞാനും ഓടുന്നു. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി. എനിക്കൊന്ന് ട്രാമിൽ എന്തോ നമ്മൾ ഓടിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരോളയുടെ അമ്മയൊക്കെ അവിടെ പറഞ്ഞ് ഇറങ്ങി. നമ്മൾ വിയന്നയിലെത്തി. ബാക്കി കാഴ്ചകൾ ഞാനും കരോള എവിടെയാണ് പോകുന്നത് എന്നുള്ള ഒരു സർപ്രൈസ് വീഡിയോയിലാണ്, അടുത്ത വീഡിയോയിലാണ്. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എൻഡിങ് വീഡിയോ ഇപ്പോൾ എടുത്തത്, ഈ റെക്കോർഡ് ചെയ്തത്. അപ്പം കരോളയുടെ അമ്മയെ പിരിയണ ആ നിമിഷം പെട്ടത് ഇപ്പം ആലോചിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അത് കാരണമായിട്ട് കുറച്ച് ദിവസമായി ആക്ച്വലി. അപ്പോൾ എന്തോ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പുള്ളിക്കാരി എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി പുള്ളിക്കാരിക്ക്. കരോളയെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്തു, അപ്പോൾ നല്ലതുപോലെ നോക്കി. അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഇഷ്ടമാണ് എൻ്റെ അടുത്തും കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റേ എല്ലാവർക്കും ബൈ.